Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടി നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് MCQs വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, MCQs വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിൽ നിന്ന് വരുന്ന MCQs എല്ലാം എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് പോകും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ കുറിച്ചാണ് എന്ന് വിചാരിക്കുക. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഉള്ള ആ ഒരു 7-8 തിയറികൾ നിങ്ങൾ എന്ത് ചെയ്തു, ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് വരുന്ന MCQs ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് MCQs വർക്കൗട്ട് ചെയ്യുമ്പം മനസ്സിലാവും. അങ്ങനെ MCQsകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ, തിയറീസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ MCQs മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചധികം MCQs പരിചയപ്പെടുത്താനാണ്. ആ MCQs നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് എന്ത് ചെയ്യണം, അതിൽ ഒരു ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേനയും പേപ്പറും എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും നിങ്ങളൊന്ന് ആൻസർ മാർക്ക് ചെയ്യുക. നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് നമ്മളിവിടെ ആൻസർ പറയുന്ന സമയത്ത് നോക്കാം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുക, സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുകയാണ്. നീതി ആയോഗ് വാസ് എക്സ്റ്റാബ്ലിഷ്ഡ് ടു റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് ഫോളോ എ ടോപ്പ് ഡൗൺ അപ്രോച്ച് ടു പോളിസി ഫോർമുലേഷൻ. അല്ലെ, അതായത് നമുക്കറിയാം നീതി ആയോഗ് അല്ലെ, നീതി ആയോഗ് നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നീതി ആയോഗിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. നീതി ആയോഗ് വന്നത് എപ്പോഴാണ്, എന്ത് റീപ്ലേസ് ചെയ്താണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വേളയും എന്ത് ചെയ്യുന്നതാണ്, ചോദിക്കുന്നതാണ്. പല രീതിയിൽ, ചിലപ്പോൾ അസേർഷൻ റീസൺ ആയിട്ടായിരിക്കും, ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിരിക്കും, ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ കാണാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ നീതി ആയോഗ് ഒക്കെ, പ്ലാനിംഗ് കമ്മീഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, വൺ ഓഫ് ദ കീ ഫംഗ്ഷൻ ഓഫ് നീതി ആയോഗ്, നീതി ആയോഗിന്റെ കീ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇസ് ടു ആക്ട് ആസ് ദ പോളിസി തിങ്ക് ടാങ്ക് ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ കോർപ്പറേറ്റ് ഫെഡറലിസം. നമുക്കറിയാം നീതി ആയോഗിന്റെ ഫംഗ്ഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചോണം, നീതി ആയോഗിന്റെ ഫംഗ്ഷനുകൾ. ഇത് ഞാൻ എന്ത് ചെയ്യും, പഠിച്ചിരിക്കും, ഉറപ്പായും എന്ത് ചെയ്യും, പഠിച്ചിരിക്കും. അങ്ങനെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ, ഏതാ വരുന്നേ നോക്കിയാൽ എന്താണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് 2 ഈസ് ഇൻകറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് ബട്ട് 2 ഈസ് കറക്റ്റ് ആൻഡ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. നിങ്ങൾ മാർക്ക് ചെയ്തോ, നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ആൻസർ ഏതാണെന്ന്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഏതാണ്, 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയല്ലോ. നീതി ആയോഗ് എസ്റ്റാബ്ലിഷ്ഡ് ടു റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് follow the top down approaches to policy formulation. Follow the top down approach to follow the policy formulation. ഓർത്ത് വെച്ചോണം. അതിന് എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 അകത്ത് പറഞ്ഞേക്കുന്നത്, എന്താണ്, വൺ ഓഫ് ദി കീ ഫംഗ്ഷൻ, നീതി ആയോഗിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ്. എന്താണ് നീതി ആയോഗിന്റെ കീ ആയിട്ടുള്ള ഫംഗ്ഷൻ ഓഫ് നീതി ആയോഗ് ഈസ് ടു ആക്ട് ദ പോളിസി തിങ്ക് ടാങ്ക് ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ദ കോർപ്പറേറ്റ് ഫെഡറലിസം. നമ്മൾ കേട്ടുള്ള ടേമുകളൊക്കെ തന്നെയാണല്ലേ. അപ്പൊ ആൻസർ ഏതാ വരുന്നേ, ഏതാണ്, നിങ്ങൾ മാർക്ക് ചെയ്തോ, ഏതാണ്, സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. അതെ, കോർപ്പറേറ്റ് ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്തിന്റെ ഫംഗ്ഷൻ തന്നെയാണ്, നീതി ആയോഗിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റിപ്പോയത്, നീതി ആയോഗ് റീപ്ലേസ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ശരിയാണ്, നീതി ആയോഗ് എന്ത് റീപ്ലേസ് ചെയ്ത് വന്നത് തന്നെയാണ്, പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് വന്നാണ്. ബട്ട് അൺലൈക്ക് ദ
ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ടു ദ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, ഇറ്റ് ഫോളോസ് ദ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. കണ്ടോ, ഒരു ചെറിയ കാര്യത്തിലാണ് നമുക്ക് തെറ്റുപറ്റിയത് അല്ലെ. അതായത് ഇത് ഏതാണ്, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എന്താണ്, ഫോക്കസിങ് ഓൺ കോർപ്പറേറ്റ് ഫെഡറലിസം ഫോക്കസ് ചെയ്താണ്. അവിടെ എന്താണ് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഏതിൽ വരുന്നത്, നീതി ആയോഗിൽ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ പഠിക്കുകയല്ലേ, എന്താ പഠിക്കുന്നത്, നീതി ആയോഗ് എന്താണെന്ന് പഠിക്കും, നീതി ആയോഗിന്റെ ഫംഗ്ഷൻസ് പഠിക്കും. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്ത് വെക്കണം. മാക്സിമം MCQs ആ ഏരിയയിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യണം. ഒരു ഏരിയ മനസ്സിലായില്ലേ, അത് ക്ലിയർ ആയിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്തത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് EBIT EPS analysis is incorrect. EBIT EPS analysis മക്കളെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EBIT EPS അനാലിസിസുകളെ കുറിച്ച് എല്ലാ തവണയും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ്. EBIT EPS analysis helps to determine the most profitable level of EBIT. ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ലെവൽ ഓഫ് EBIT കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് EBIT EPS അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞേക്കാണ്, ഇറ്റ് ഈസ് ദ ടൂൾ ഫോർ ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ് ഫിനാൻസിംഗ് പ്ലാൻ ബേസ്ഡ് ഓൺ ദർ ഇമ്പാക്ട് ഓൺ EPS. ഏറ്റവും, അതായത് ഇറ്റ് ഈസ് ടൂൾ, ഇതൊരു ടൂളാണ്. എന്തിനു വേണ്ടിയാണ്, ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ് ഫിനാൻസിംഗ് പ്ലാൻ, അതായത് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഫിനാൻസിംഗ് പ്ലാനുകൾ ഇവാലുവേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഇമ്പാക്ട് EPS ഉണ്ടാക്കുന്ന ഏതാണ് എന്ന് മനസ്സിലാക്കാനെന്നാണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്. EBIT EPS അനാലിസിസ് ഇസ് കൺസിഡർ qualitative factors like a market perception and financial risk. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു. അതായത് ഏതൊക്കെയാണ്, നമ്മളുടെ മാർക്കറ്റ് പെർസെപ്ഷനും ഫിനാൻഷ്യൽ റിസ്കിനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് EBIT EPS അനാലിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയാൽ EBIT EPS അനാലിസിസ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻസിങ് ബേസ്ഡ് ഓൺ EPS മാക്സിമൈസേഷൻ. അവിടെ ഇവിടെ ഓർത്ത് വെച്ച് EBIT EPS അനാലിസിസ് എന്തിനു വേണ്ടിയാണ്, ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡിങ് ദ എത്രത്തോളം ഡെപ്റ്റ് അല്ലെ എത്രത്തോളം ഇക്വിറ്റി വേണം, അതിൽ എങ്ങനെ എന്താണ് EPS മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ ഡെപ്റ്റ് ഇക്വിറ്റിയെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് EBIT EPS അനാലിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാ മക്കളെ തെറ്റായിട്ടുള്ളത്? EBIT EPS അനാലിസിസിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉള്ള ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, EBIT EPS അനാലിസിസ് എന്ത് ചെയ്യണം, പഠിക്കേണ്ട ഏരിയയാണ്, ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്, നിങ്ങൾ മാർക്ക് ചെയ്ത് ഏതാ ആൻസർ വരുന്നത്, ഏത് ഓപ്ഷൻ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, ഏത് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. EBIT EPS അനാലിസിസ് കൺസിഡർ ദ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് മാർക്കറ്റ് പെർസെപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസ്ക് ആണോ? EBIT EPS അനാലിസിസ് എന്താണ്, ക്വാളിറ്റേറ്റീവ് ടൂൾസ് ദാറ്റ് ഇവാലുവേറ്റ് ദ ഡിഫറന്റ് എന്താണ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ദി ഇമ്പാക്ട് ഓഫ് EPS ആൻഡ് ഡിഫറെന്റ് ലെവൽ ഓഫ് EBIT. അതായത് ഇത് ക്വാളിറ്റേറ്റീവ് ആണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, അതാണ് തെറ്റ് വന്നത് കേട്ടോ. ഏതാണ് ശരിക്കും, ഇത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂളാണ്. എന്താണ് EPS ഉണ്ടാകുന്ന ചേഞ്ചസ് EBIT എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന എന്താണ് നമ്മളുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടൂളാണ് എന്ന് പറയുന്നത് EBIT EPS അനാലിസിസ് എന്ന് പറയുന്നത്. EBIT EPS അനാലിസിസ് is a quantitative tools to evaluate the different financing option based on their EPS at a different level of EBIT. It does not consider the qualitative factor. It does not consider the qualitative factor like investor എന്താണ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഓർന്ന എന്താണ് മാർക്കറ്റ് പെർസെപ്ഷൻ ഓഫ് റിസ്ക്. ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, ആ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നും എന്തിൽ കൺസിഡർ ചെയ്യത്തില്ല, EBIT EPS അനാലിസിസിൽ കൺസിഡർ ചെയ്യത്തില്ല. ഇവരെന്താണ് കൺസിഡർ ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, എഴുതി വെച്ച് പഠിച്ചോണം. EBIT EPS അനാലിസിസ് പഠിക്കേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, അടുത്തത് എന്താണ്, ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കിയേ, ലൈസൻസിങ് ഈസ് പ്രിഫേർഡ് മോഡ് ഓഫ് എൻട്രി when a firm wants to expand internationally without investing large capital. ഇനി റീസൺ തന്നെയാണ്, ലൈസൻസിങ് അലൗസ് ദ ഫേംസ് ടു ഗ്രാന്റ് റൈറ്റ് ടു യൂസ് ദെയർ ടെക്നോളജി, ബ്രാൻഡ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻ എക്സ്ചേഞ്ച് ഫോർ എ ഫീ ഓർ റോയൽറ്റി. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്താണ്, ഇത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, മോഡ് ഓഫ് എൻട്രി ടു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള മോഡുകൾ ഏതൊക്കെയാണ്. നമ്മളുടെ സിലബസിനകത്ത്
കൃത്യമായി എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ് മോഡ്സ് ടു എൻട്രി എന്ന് പറയുന്ന അല്ലെ. ലൈസൻസിങ്ങിനെ കുറിച്ചും ഫ്രാഞ്ചൈസിയെ കുറിച്ചും ഒക്കെ ഉള്ള ഒരുപാട് ഏരിയാസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അല്ലെ. വെഞ്ചർ ക്യാപിറ്റൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള മോഡുകളുണ്ട്. ഇമ്പോർട്ട് എക്സ്പോർട്ട് അങ്ങനെയുള്ള ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മോഡുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോണം, ഇപ്പൊ തന്നെ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചോണം. ലൈസൻസിങ് ആണ് ഇത്തവണയെങ്കിൽ അടുത്ത വേള എക്സ്പോർട്ടിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, അതിന്റെ അടുത്ത വേള ഇമ്പോർട്ടിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. ബിക്കോസ് ആ ഏരിയ എന്താണ്, നമ്മളുടെ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നിന്ന് അവർ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ലൈസൻസിങ് ഈസ് പ്രിഫേർഡ് ദ മോഡ് ഓഫ് എൻട്രി വെൻ എ ഫേം വാണ്ട്സ് ടു എക്സ്പാൻഡ് അല്ലെ. ഒരു ഫേമിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, ഇന്റർനാഷണലി എക്സ്പാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ലൈസൻസിങ് എന്ന് പറയുന്നത്. റീസൺ ആയിട്ട് ലൈസൻസിങ് എന്ത് ചെയ്യുന്നുണ്ട്, അലൗ ദ ഫേമിനെ അലൗ ചെയ്യുന്നുണ്ട്. ഗ്രാൻഡ് റൈറ്റ്സ് ടു യൂസ് ദ ടെക്നോളജീസും ബ്രാൻഡും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഒക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റോയൽറ്റി അല്ലെങ്കിൽ ഫീ കൊടുത്തുകൊണ്ട് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ലൈസൻസിങ്ങിലൂടെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇനി എന്താണ്? എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നിങ്ങൾ മാർക്ക് ചെയ്തോ ഏതാണ് ആൻസർ എന്നുള്ളത്? ഏതാ ആൻസർ ആയിട്ട് വരുന്നത്? ഏതാ ആൻസർ ആയിട്ട് വരുന്ന? ഓപ്ഷൻ എ അല്ലെ. അതായത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ലൈസൻസിങ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനീസ് ടു എൻറ്റർ ദ ഫോറിൻ മാർക്കറ്റ് വിത്ത് മിനിമം റിസ്ക് അല്ലെ. ഫോറിൻ മാർക്കറ്റിലേക്ക് വളരെ മിനിമം റിസ്കിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, ലൈസൻസിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക്? ദ ഫേംസ് ടു പ്രൊവൈഡ് ദ റൈറ്റ്സ് ടു എന്താണ് ലോക്കൽ പാർട്ട്നേഴ്സ് ഇൻ ദി, അതായത് അവരുടെ ഒരു റോയൽറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെ ഒന്നാണ് എന്ന് പറയുന്നത് ലൈസൻസിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അസേർഷനും റീസണും ട്രൂ ആണ്. റീസൺ അസേർഷനെ എന്ത് ചെയ്യുന്നുണ്ട്? സാധൂകരിക്കുന്നുണ്ട് അല്ലെ മക്കളെ. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ആൻ ഇൻവെസ്റ്റർ expect a return of 6% per annum, how many years will it takes for their investment to double, accounting for the rule 72? വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂൾ 72നെ പറ്റി അറിയാവുന്ന ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും, അല്ലാത്തവർക്ക് പറ്റത്തില്ല. ഇത് എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. റൂൾ 72 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ലിംഗ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള റൂൾ ആണ് ഏതെന്ന് പറയുന്ന റൂൾ 72 എന്ന് പറയുന്നത്. എന്താണ് ഡബ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാള് അയാളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എന്താണ് അയാളുടെ കയ്യിൽ ഇരിക്കുന്ന ഫണ്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊജക്റ്റിന്മേൽ അയാൾ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. എന്നാ ഫണ്ട് ഡബിൾ ആകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് ഒരു മെത്തേഡ് ആണ് ഏതെന്ന് പറയുന്നത് റൂൾ 72 എന്ന് പറയുന്നത്. അതായത് എൻ്റെ കയ്യിൽ ഒരു 25,000 രൂപയുണ്ട്. ഈ 25,000 രൂപ 5 രൂപ പലിശയ്ക്ക് ഞാൻ എവിടെയെങ്കിലും എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എന്ന് ഈ 25,000 ഡബിൾ ആകും, 50,000 ആകും എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന അല്ലെ യൂസ് ചെയ്യേണ്ട റൂൾ ആണ് ഏതെന്ന് പറയുന്നത് റൂൾ 72 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരാൾക്ക് 6% പലിശ കിട്ടുന്നുണ്ട് അല്ലെ, 6% റിട്ടേൺ കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അയാൾക്ക് ഡബിൾ ആകാനായിട്ട് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് പറഞ്ഞത് ഒരു ഇൻവെസ്റ്റർ എക്സ്പെക്ട് ടു റിട്ടേൺ, അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? 6%. ഒരു വർഷം അയാൾക്ക് എന്താണ് 6% റിട്ടേൺ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം കൊണ്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്ത തുക ഡബിൾ ആയി മാറും? അപ്പൊ റൂൾ 72 അനുസരിച്ച് എന്താണ്? എത്രയാണോ നമുക്ക് 72 റൂളാണ്, 72 ഡിവൈഡഡ് ബൈ നമ്മളുടെ എത്രയാണോ റേറ്റ്, ആ റിട്ടേൺ എത്രയാണോ ആ റിട്ടേണിന്റെ പെർസെൻറ്റേജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. വളരെ ഈസിയാണ്. ഇവിടെ 72 ഡിവൈഡ് ബൈ 6 ചെയ്താൽ പോരെ? 72 ഡിവൈഡ് ബൈ 6 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? 72 ഡിവൈഡ് ബൈ 6 എത്രയാണോ നമ്മളുടെ റൂൾ എത്രയാണോ പറഞ്ഞേക്ക് നോക്കുക. റൂൾ 72 ആണെങ്കിൽ 72 ഡിവൈഡ് ബൈ എത്രയാണോ നമ്മളുടെ ആ ഒരു വർഷ അവസാനം കിട്ടുന്ന നമ്മളുടെ ആ ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണോ അത് വെച്ച് എന്ത് ചെയ്താൽ മതി? 72നെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ആൻസർ എത്രയാണ് വരുന്നത്? 72 ഡിവൈഡ് ബൈ 6 12 ഇയേഴ്സ് എന്ന് കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ
ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മക്കളെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാണ് റൂൾ 62, റൂൾ എന്താണ് റൂൾ 75, റൂൾ 72, റൂൾ 65, അതുപോലെ തന്നെ എന്താണ് റൂൾ 144, റൂൾ 114, ഇങ്ങനെയൊക്കെയുള്ള റൂളുകളുണ്ട്. നമ്മളുടെ ഡബിളിംഗ് പീരീഡിനെയും അതുപോലെ തന്നെ എന്താണ് ട്രിപ്പിൾ എന്നാകും, അതുപോലെ തന്നെ ക്വാർട്ടർ എത്രയാകും, ഇങ്ങനെയൊക്കെ തോന്നുന്നു 4 ഇരട്ടിയും 2 ഇരട്ടിയും 3 ഇരട്ടിയൊക്കെ ആകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള റൂളുകളുണ്ട്. അപ്പൊ ആ റൂളുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തോണം, പഠിച്ചു വെച്ചോണം. ഇത്തവണ ചോദിച്ചിരിക്കുന്ന റൂൾ 72 ആണെങ്കിൽ അടുത്ത വേള ചോദിക്കുന്ന റൂൾ 144 ആയിരിക്കും. അപ്പൊ അതിന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് അത് ആ റൂളുകളെല്ലാം പഠിക്കണം. ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് പറ്റും. അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യനുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനുകളാണ്. വളരെ എന്താണ് കോമൺ ആയിട്ട് നമ്മുടെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ചുള്ള വളരെ കോമൺ ആയി മാറിയിരിക്കുകയാണ് ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ. നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം. നോക്കിയേ എന്താണ് ചോദിച്ചേക്കുന്നത്, അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് Adam Smith absolute advantage theory suggests that the trade between two countries is beneficial only when one country has an absolute advantage in all goods. And reason ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, according to Adam Smith, the wealth of nation is determined by its living standard rather than by its stock of goods, gold and silver. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഏത് ഏരിയയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് അല്ലെ. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു നെറ്റ് എക്സാം ഉണ്ടോ? നമ്മൾ നെറ്റ് എഴുതിയിട്ടുള്ള കാലത്തോളം അല്ലെ നെറ്റ് എഴുതിയ സമയങ്ങളിലെല്ലാം എന്താണ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെ ചോദിക്കുന്ന സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിന് ചിലപ്പോഴൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളാണ്. ചിലപ്പോൾ എന്താണ് ഇതുപോലുള്ള അസേർഷൻ റീസൺ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടും ഒക്കെ നമ്മളെ കൺഫ്യൂസിക്ക് ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യനുകൾ വരും. അപ്പൊ നിങ്ങൾ പഠിച്ചോണം. മെക്കാനിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, എന്താണ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് തിയറീസ് ഉണ്ട്, എൻഡോമെന്റ് തിയറി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ഉണ്ട്. ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്തോണം, ആ തിയറീസ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് പഠിച്ചോണം. നിങ്ങൾക്ക് അങ്ങനെയുള്ള തിയറീസിന്റെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റിന്റെ അകത്ത്, നമ്മുടെ കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യുക. ഈ ഒരു തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് ഇത്തരത്തിലുള്ളതാകാമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏരിയകളുടെ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ യൂട്യൂബിൽ വീണ്ടും വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ഇടുക. നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് പാടുള്ള ഏരിയാസ് ഒക്കെ അങ്ങനെ കമന്റ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താണ് പറഞ്ഞേക്കുന്നത്, അസേർഷൻ റീസൺ ടൈപ്പിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദം സ്മിത്ത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി സജസ്റ്റ് ദാറ്റ് ദ ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഈസ് ബെനഫിഷ്യൽ എന്താണ് only when one country has been absolute advantage in all goods. ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ പറഞ്ഞേക്കാണ് ആദം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിക്കകത്ത് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ എന്താണ്, ഒരു കൺട്രിക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റൊരു കൺട്രി അപേക്ഷിച്ച് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് എല്ലാ ഗുഡ്സിലും എന്നാണ് അസേർഷനകത്ത് പറയുന്നത്. റീസൺ അകത്ത് പറഞ്ഞേക്കാണ് അക്കോർഡിംഗ് ടു ആദം സ്മിത്തിന്റെ നിർദ്ദേശപ്രകാരം എന്താണ്, ദ വെൽത്ത് ഓഫ് നേഷൻ ഈസ് ഡിറ്റർമിൻഡ്. ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്തിനെ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടാണ്, അവരുടെ എന്താണ് വെൽത്ത് ഓഫ് നേഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡിനെ വെച്ചുകൊണ്ടാണ്. റാദർ ദാൻ സ്റ്റോക്കിലോ ഗോൾഡിലോ സിൽവറിലോ അവർക്ക് എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എന്നതിനെ വെച്ചുകൊണ്ടല്ല ആ രാജ്യത്തിന്റെ വെൽത്ത് തീരുമാനിക്കുന്നത്. എന്തിനെ വെച്ചുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരുടെ ലിവിംഗ് സ്റ്റാൻഡേർഡിനെ വെച്ചുകൊണ്ടാണെന്ന് ആരഭിപ്രായപ്പെട്ടു, ആദം സ്മിത്ത് അഭിപ്രായപ്പെട്ടു എന്നാണ് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മക്കൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ആ ഒരു തിയറിയെ പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ, ആ തിയറിയെ പറ്റി ഒരു ബേസിക് അല്ല ഇച്ചിരി ഒരു ഡെപ്ത് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? വളരെ ഈസിയാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രൊമോട്ട് ദ specialization and trade, but it does not require that the one country has an absolute advantage in all goods. എല്ലാ ഗുഡ്സിലും ഉള്ള അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല. ശരിക്കും അതൊരു സ്പെഷ്യലൈസ്ഡ് ആൻഡ് ട്രേഡ് ആണ് വരുന്നതെങ്കിൽ പോലും എല്ലാ ഗുഡ്സിനും മേൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല. ഇൻസ്റ്റെഡ് ദ കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഗുഡ്സ് വേർ ദേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അവർ ഏത് ഗുഡ്സിലാണോ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ആ ഗുഡ്സിൽ എന്ത് കിട്ടുന്നുണ്ട്, അവർക്ക് ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അല്ലാതെ എല്ലാ ഗുഡ്സിലും ഒന്നും അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എ ഫോൾസ് ആണ്, 6
ട്രൂ ആണ് അല്ലെ, 6 ട്രൂ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഒരു രാജ്യത്തിന്റെ എന്താണ് വെൽത്ത് തീരുമാനിക്കുന്നത് ഗോൾഡിലും സിൽവറിലുമാണ്. അവർ എത്രത്തോളം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ വെൽത്ത് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന തിയറി ഏതാണ്? ഇന്റർനാഷണൽ ട്രേഡ് തിയറി ഏതാണ്? മെർക്കന്റിലിസം അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചോണം, തിയറീസ് എല്ലാം പഠിച്ചു വെച്ചോണം കേട്ടോ. ഇപ്പൊ ഇത്തവണ ഈ രീതിയിലാണെങ്കിൽ അടുത്ത തവണ വരുമ്പോഴത്തേക്കിന് വേറെ ഒരു തിയറിയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് തിയറീസ് സജസ്റ്റ് ദാറ്റ് ദ വെൽത്ത് ഓഫ് ദി നേഷൻ ഈസ് മെഷേർഡ് ബൈ ഇറ്റ്സ് സ്റ്റോക്ക് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഗോൾഡിലും സിൽവറിലുമാണ് ഒരു രാജ്യത്തിന്റെ വെൽത്ത് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന തിയറി ഏതാണ്? മെർക്കന്റിലിസം അല്ലെ. മെർക്കന്റിലിസം ആണ്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, മെർക്കന്റിലിസം ആണ് ഏറ്റവും അഡ്വാൻറ്റേജ് തിയറി ആയിട്ട് വരുന്നത്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആണ്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് അല്ലെ. ജസ്റ്റ് ഇൻ ടൈം ഇൻവെന്ററി മാനേജ്മെന്റ് റെഡ്യൂസസ് ദ ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് എൻഹാൻസ് ദ എഫിഷ്യൻസി. ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റേറ്റ്മെന്റ് 1ന്റെ അകത്ത് പറഞ്ഞത്. സ്റ്റേറ്റ്മെന്റ് 2ന്റെ അകത്ത് ജസ്റ്റ് ഇൻ ടൈം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ എന്താണ് ഫ്രോഡ് മോട്ടോഴ്സ് in the എന്താണ് 1920 ആസ് ദ കോസ്റ്റ് കട്ടിംഗ് മെഷർ ആയിട്ട് ഈ ജസ്റ്റ് ഇൻ ടൈം ആദ്യമായിട്ട് യൂസ് ചെയ്ത മോട്ടോഴ്സ് ഏതാണ്? ഫ്രോഡ് ആണോ അല്ലേ? ഏതായിരുന്നു യൂസ് ചെയ്തത്? നിങ്ങൾക്ക് അറിയാം ഏതാണ്? എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ. അപ്പൊ എന്താണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടൊയാറ്റോ അല്ലെ. ടൊയാറ്റോ മോട്ടോഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ജസ്റ്റ് ഇൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾക്കകത്ത്, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകൾക്കകത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കയറി വരും എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് ശ്രമിച്ചോണം കേട്ടോ. വീണ്ടും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അസേർഷൻ ആയിട്ട് വന്നേക്കാണ്. എന്താ തന്നേക്കുന്നത്? ദ വേൾഡ് ബാങ്ക് ആൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്സ്, IMF, വേൾഡ് ബാങ്കും IMF-ഉം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ആർ ബോത്ത് എക്സ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ബ്രിട്ടൻ വുഡ് കോൺഫറൻസ്. രണ്ടും ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് 1944 എക്സ്റ്റാബ്ലിഷ്ഡ് ആയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ വേൾഡ് ബാങ്ക് ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. വേൾഡ് ബാങ്ക് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഡെവലപ്മെന്റിലും പോവർട്ടി റിഡക്ഷനുമാണ്. IMF പ്രിമിലർലി ഡീൽസ് വിത്ത് ദ മോണിറ്ററി സ്റ്റെബിലിറ്റി ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ അസിസ്റ്റൻസിലാണ്. അതായത് മോണിറ്ററി സ്റ്റെബിലിറ്റിയിലും അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസിലുമാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്? IMF ഫോക്കസ് ചെയ്യുന്നതാണ് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ, IMF, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. നിങ്ങൾ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ചോണം. ആൻസർ ഏതന്നെയാണ്? രണ്ടും ശരിയാണ് അല്ലെ. ബോത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് 1944. ബ്രിട്ടൻ വുഡ് ട്വിൻസ് എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട് കേട്ടോ, IMF വേൾഡ് ബാങ്ക്. എന്താണ് വേൾഡ് ബാങ്ക് സപ്പോർട്ട് ദ ലോങ് ടൈം എക്കണോമിക് ഡെവലപ്മെന്റ്, ലോങ് ടൈം ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് വേൾഡ് ബാങ്ക്. IMF എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബൽ ആയിട്ടുള്ള മോണിറ്ററി കോർപ്പറേഷൻ ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്? IMF ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യനുകളാണ്. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഒക്കെ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് നമ്മുടെ CCA സംബന്ധിച്ചിടത്തോളം നെറ്റിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. എന്തെല്ലാം മാറ്റങ്ങളാണ് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ നമ്മൾ ആ ഒരു ക്ലാസ്, ആ സിലബസിന്റെ അകത്ത് വന്നേക്കുന്ന A to Z കാര്യങ്ങൾ ഡെപ്തിൽ ഒരു നോളജ് കൊടുത്താണ് കുട്ടികളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യിച്ചും അതുപോലെ തന്നെ നമ്മുടെ എക്സാമുകൾ കണ്ടക്ട് ചെയ്തും ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും PDF മെറ്റീരിയലുകളിലൂടെ എന്തെല്ലാം ആവശ്യമാണോ നെറ്റ് നേടിയെടുക്കാനായിട്ട് അതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെറ്റ് നേടിയെടുക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്, അതിലും ജോയിൻ ആകുക. നിങ്ങൾ എല്ലാവരും തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾ നെറ്റ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CC എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ നെറ്റ് നേടിയെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, മറ്റൊരു വീഡിയോ ചെയ്യണം, യൂട്യൂബിൽ മറ്റൊരു ക്ലാസ് വരണം, ഇന്ന ഒരു ഏരിയ ക്ലാസ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ഇടുക. ആ ഏരിയാസ് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.